ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP ശശിധരൻ്റെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങൾ നൽകും. പറയൂ റിനു, അവരുടെ പുതിയ പരിപാടികൾ പ്ലാൻ ചെയ്യാനുള്ള നീക്കമാണെന്നറിയാം. എന്നാലും ഈ അന്വേഷണം ഒരുപാട് ആളുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ കുറച്ചധികം ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും എസ്കെൻ, എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏകദേശം 4 ആഴ്ചയ്ക്കകം മാത്രമാണ് ഇനി ഉള്ളത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരുന്നത്. അല്പസമയത്തിന് മുമ്പാണ് യോഗം ആരംഭിച്ചത്. നിലവിൽ ഈ യോഗത്തിൽ പ്രധാനമായും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ അന്യ സംസ്ഥാനത്തേക്ക്, അതായത് ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ ചെന്നൈയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ തെളിവെടുപ്പ് ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയായിരിക്കണം? കാരണം പല സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ അദ്ദേഹത്തെ എങ്ങനെ ചെന്നൈയിലേക്ക് എത്തിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ള ഒരു കാര്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇനി തെളിവെടുപ്പാണ് ബാക്കിയായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിച്ചതെങ്കിൽ ആദ്യം ചെന്നൈയിലെത്തിച്ച് തെളിവെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും SP ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ യോഗം ചേരുകയാണ്. ഈ യോഗം നിർണായകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ 2ാം ഘട്ട അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ 2ാം ഘട്ട അന്വേഷണത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലായിരിക്കണം എന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത്. 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കൽപേഷ്, നാഗേഷ് എന്ന് പറയുന്ന ചെന്നൈയിലുള്ളവർ ഉണ്ട്. അവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ഒപ്പം മുരാരി ബാബു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഏകദേശം 15ഓളം ഉദ്യോഗസ്ഥർക്ക് അടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം വിലയിരുത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ സ്കെയിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.